भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. രാമഭക്തനായ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ മഹാത്മാഗാന്ധിജിയുടെ ജയന്തി ദിനമായ ഗാന്ധി ജയന്തി എന്നറിയപ്പെടുന്ന ഇന്ന് ഭഗവത്പാദങ്ങളിൽ നമുക്ക് ഈ ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ആരംഭിക്കാം. ഇത് 788 ദിവസമാണ്. ഭഗവാൻ ഉദ്ധവന് നൽകുന്ന ഉപദേശത്തിൽ ദത്താത്രേയ ഗീതയുടെ അവസാന രംഗങ്ങളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിൽ 24ാമത്തെ ഗുരുവായ വേട്ടാളനെ കുറിച്ച് സുപേശകൃൽ എന്ന് പറയപ്പെടുന്ന ആ വേട്ടാളൻ എന്ന ഗുരുവിനെ കുറിച്ച് പറയുകയാണ്. 22ാമത്തെ ശ്ലോകം മുതൽ. യത്രയത്ര മനോദേഹി ധാരയേൽ സകലം ധിയാ സ്നേഹാത് ദ്വേഷാത് ഭയാത് വാപീയാതി തത്തൽസ്വരൂപതാം. യത്രയത്ര ഏതേതു വസ്തുവിൽ ദേഹി ജീവാത്മാവ് ധിയാ മനഃ ബുദ്ധി കൊണ്ട് മനസ്സിനെ സകലം ആ പൂർണ്ണമായിട്ട് സ്നേഹാത് ദ്വേഷാത് ഭയാത് വാ സ്നേഹം കൊണ്ടോ ദ്വേഷം കൊണ്ടോ ഭയം കൊണ്ടോ ധാരയിൽ ഉറപ്പിക്കുമോ ദേഹീച്ച ആ ജീവനും തത്തൽസ്വരൂപതാം ആ രൂപത്തെ തന്നെ യാതി പ്രാപിക്കുന്നു. വേട്ടാളൻ എന്ന ഗുരുനാഥൻ പഠിപ്പിക്കുന്നത് എന്താ? സ്നേഹം കൊണ്ടോ ദ്വേഷം കൊണ്ടോ ഏതെങ്കിലും ഒരു വിചാരം കൊണ്ട് മനസ്സിന് മറ്റൊന്നിൽ സ്ഥിരതയുണ്ടാവുന്നതാണ്. മനസ്സിന് പരിപൂർണ സ്ഥിതി സിദ്ധിക്കുന്നു. അതിൻ്റെ സ്വരൂപത്തെ മനസ്സ് അംഗീകരിക്കും. ആ വസ്തുവും മനസ്സും ഒന്നായിട്ട് മാറും. മനസ്സിൽ വിചാരിക്കുന്നത് നടക്കും എന്നൊക്കെ പറയാറില്ലേ? അത് നിരന്തരമായ ഈ സ്മരണ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതിന് എന്താ അതിന് പറയണത്? കീട പേശസ്കൃതം ധ്യായൻ കുഡ്യാം തേന പ്രവേശിത യാതി തൽസാമ്യതാം രാജൻ പൂർവരൂപമസന്ധ്യജൽ. കീട ഒരു പുഴു കീടം. തേന കുഡ്യാം വേട്ടാളനാൽ ചുമരിൽ പ്രവേശിത പ്രവേശിക്കപ്പെട്ടവനായി പേശസ്കൃതം വേട്ടാളനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പരീക്ഷത്തെ അവിടെ പരീക്ഷിത്ത് എന്ന രീതിയിൽ ശ്രീ ശുഖബ്രഹ്മർഷി
അതേപോലെ ഇവിടെ യദുമഹാരാജാവിനോട് ദത്താത്രേയൻ എന്ന അവധൂതൻ പറയാണ്, പൂർവരൂപം ആദ്യരൂപത്തെ അസന്ധ്യജൻ ഉപേക്ഷിക്കാതെ തന്നെ തൽ സാമ്യതാം യാതി, ആ വേട്ടാളന്റെ ആകൃതിയിലേക്ക് എത്തുന്നു എന്നാണ്. പേശസ്കൃത്ത് എന്ന് പറഞ്ഞ വേട്ടാളൻ. വേട്ടാളൻ ഒരു പുഴുവിനെ താനിരിക്കുന്ന ദ്വാരത്തിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നു. എന്നിട്ട് ആ മുൻഭാഗത്ത് ഈ വേട്ടാളൻ നിന്നുകൊണ്ട് ഒരു തരത്തിലുള്ള ശബ്ദമുണ്ടാക്കി ഉള്ളിലിരിക്കുന്ന പുഴുവിന് നേരെ ഊതുകയാണ്. ഈ കുത്തി നോവിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ ആ ചെറുകീടം പേടിച്ച് വേട്ടാളനെ തന്നെ നോക്കി 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 തൻ്റെ മുഴുവൻ വിചാരങ്ങളും വേട്ടാളൻ തന്നെ എന്നുള്ളതിലേക്ക് വരും. അങ്ങനെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ പുഴുവിൻ്റെ ആകൃതി വേട്ടാളന്റെ ആകൃതിയായിട്ട് തീരും. ഒരു പ്രാണിക്ക് അതിൻ്റെ സ്വരൂപത്തോടു കൂടി തന്നെ മറ്റൊരു സ്വരൂപം സ്വീകരിക്കാൻ സാധിക്കും മനോവിചാരം കൊണ്ട്. ഇതേപോലെ ഈശ്വരധ്യാനം വേണ്ട പോലെ ഭഗവാനെ തന്നെ വിചാരിച്ച് കാലം കഴിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ദേഹനാശത്തിന് മുമ്പ് അല്ലെങ്കിൽ ദേഹനാശത്തിന് ശേഷമെങ്കിലും ഈശ്വരത്വം അല്ലെങ്കിൽ കൈവല്യത്തിൻ്റെ ഒരു ഭാവമായിരിക്കുന്ന സായുജ്യം നേടിയെടുക്കാൻ സാധിക്കും എന്ന് ഞാൻ വേട്ടാളൻ എന്ന ഗുരുവിൽ നിന്ന് പഠിച്ചു എന്ന് ദത്താത്രേയൻ പറയുന്നു. ഏവം ഗുരുഭ്യേതേഭ്യ ഏഷാമേ ശിക്ഷിതാമതി സ്വാത്മോപശിക്ഷിതം ബുദ്ധിം ശൃണു മേ വദത പ്രഭോ പ്രഭോ ഏതേഭ്യ ഗുരുഭ്യ. ഹേ പ്രഭുവായിരിക്കുന്നവനെ, ഈ ഗുരുക്കന്മാരിൽ നിന്ന് ഏഷാമതി മേ ശിക്ഷിത, ഈ ബുദ്ധി എന്നാൽ അഭ്യസിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ അഭ്യസിച്ചു. സ്വാത്മോപശിക്ഷിത, സ്വന്തം ദേഹത്തിൽ നിന്ന് പഠിച്ച അറിവിനെ പറയുന്ന മേ ശൃണു, എന്നിൽ നിന്ന് കേട്ടോളൂ. ഇവിടെ വേട്ടാളനിൽ നിന്ന് പഠിച്ചത് പറഞ്ഞു. ഇങ്ങനെ ഗുരുക്കന്മാരിൽ നിന്ന് 24 ഗുരുക്കന്മാരിൽ നിന്ന് ഞാൻ ഇന്നതൊക്കെ പഠിച്ചു, എൻ്റെ ബുദ്ധിയിൽ അതിനെ ഉറപ്പിച്ചു. ഇനി ഞാൻ ദേഹത്തെയും ഗുരുനാഥനായി കണ്ടുകൊണ്ട് ദേഹത്തിൽ നിന്നും ഞാൻ ചിലത് പഠിച്ചു. 25ാമത്തെ ഗുരുവായിട്ട് ദേഹം. ദേഹോ ഗുരുർമമ വിരക്തി വിവേകഹേതുർബിഭ്രൽസ്മ സത്വനിധനം സതതാർത്യുദർക്കം തത്വാന്യനേന വിമൃശാമി യഥാ തഥാപി പാരക്യമിത്യവസിതോ വിചരാമ്യ സംഗ. വിരക്തി വിവേകഹേതു, വൈരാഗ്യത്തിനും വിവേകത്തിനും, വിരക്തിക്കും വിവേകത്തിനും കാരണമാണ് സതതാസ്തുതർക്കം, എപ്പോഴും മേൽക്കുമേൽ സങ്കടം ഉള്ള സത്വനിധനം, ഉദ്ഭവത്തെയും മരണത്തെയും വഹിച്ചുകൊണ്ടിരിക്കുന്ന ബിഭ്രൽ ദേഹ, ഈ ശരീരവും മേ ഗുരു, എൻ്റെ ഗുരുവാണ് എന്നാണ്. യാഥാർത്ഥ്യമായിട്ടുള്ള തത്വങ്ങളെ അനേന, ഈ ശരീര സഹായം കൊണ്ട് വിമർശാമി, അന്വേഷിക്കുന്നു. എങ്കിലും പാരക്യം അവസിത, അത് അന്യസ്വത്താണെന്ന് നിശ്ചയിച്ചിട്ട് അസംഗഹ വിചരാമി, ഞാൻ ചേർച്ച കൂടാതെ സഞ്ചരിക്കുന്നു. വിഷയവൈരാഗ്യവും നിത്യാനിത്യ വിവേകവും അഭ്യസിക്കാനുള്ള ഏറ്റവും ഉത്തമനായിരിക്കുന്ന ഗുരുവാണ് എൻ്റെ ശരീരം. വിഷയവൈരാഗ്യം ഉണ്ടാകുന്നത് എങ്ങനെയാ? ദേഹം ഉണ്ടാകുന്നതും വളരുന്നതും നശിക്കുന്നതും ഓരോ തരത്തിലുള്ള ദുഃഖങ്ങൾക്ക് കീഴടങ്ങേണ്ടതായി വരുന്നതും ഒക്കെ പ്രത്യക്ഷമായിട്ട് അറിയുമ്പോൾ ആർക്കാണ് അത് മനസ്സിലാവുന്നത്? അപ്പോ ദേഹത്തിന്റെ അവസ്ഥ വലിയ കഷ്ടം ആണ് എന്ന് നിശ്ചയിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നശിക്കുന്നതാണ് എന്ന് തോന്നൽ വന്നു കഴിഞ്ഞാൽ അതിന്മേൽ സ്നേഹം ഇല്ലാതെയാവും. അപ്പൊ ശരീരത്തെ സ്നേഹിക്കരുത് എന്നും അത് എനിക്ക് ഉപദേശിച്ചു തന്നു. അപ്പൊ അതുകൊണ്ട് വൈരാഗ്യം പഠിപ്പിക്കുന്ന ഗുരുവായി ദേഹം മാറി. ഇനി വിവേകം എങ്ങനെ ഉണ്ടാവുന്നു നോക്കൂ. ഇത് ആലോചിക്കാൻ ഈ ദേഹമുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ, അല്ലെ? തത്വചിന്തയ്ക്ക് നമ്മളെ പ്രാപ്തരാക്കുന്നത് ദേഹമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വൈരാഗ്യത്തെ, വിരക്തിയെ പഠിപ്പിക്കുന്ന ഗുരുവാണ് ദേഹം എന്നാണ്. ദേഹമുള്ളവർക്ക് മാത്രമേ ആലോചിക്കാനുള്ള ശക്തിയുള്ളൂ. ദേഹം നശിക്കുന്നതാണ്, നശിക്കാത്തത് ഭഗവാൻ മാത്രമാണ് എന്ന ആ ബോധ്യം, അല്ലെങ്കിൽ വിലക്ഷണമായിരിക്കുന്ന ചൈതന്യമാണ് ഈ അനശ്വരമായി നിൽക്കുന്നത് എന്ന് അറിഞ്ഞാൽ വിവേകത്തിന് ശരീരം കാരണമാകും. അങ്ങനെ പരമോപകാരിയും ഗുരുവുമാണെങ്കിലും
സത്യത്തിൽ ഇവിടെ ഈ ദേഹം ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അവസാനം എന്താവും? ഏതെങ്കിലും ഒരു മൃഗത്തിന്, കുറുക്കനോ അല്ലെങ്കിൽ കഴുകനോ ഭക്ഷണ പദാർത്ഥാവും. അതല്ലെങ്കിൽ അഗ്നിക്ക് വിറകായിട്ട് മാറും. അന്യന്റെ മുതലായിരിക്കുന്നതല്ലാതെ എൻ്റേതല്ല ദേഹം എന്ന് നിശ്ചയിച്ചും കൊണ്ട് ഈ ശരീരത്തിൽ ലവലേശം ആസക്തിയില്ലാതെ അനാസക്തനായി നിസ്സംഗനായി ഞാൻ സഞ്ചരിക്കുന്നു. ദത്താത്രേയൻ പറയുകയാണ്. പിന്നെ പറഞ്ഞു, ജായാത്മജാർത്ഥ പശുഭൃത്യ ഗൃഹാപ്തവർഗാൻ പുഷ്ണാതി യൽ പ്രിയചികീർഷുതയാ വിതന്വൻ സ്വാന്തേ സകൃച്ഛ്രമവരുദ്ധധന സദേഹ സൃഷ്ട്വാസ്യ ബീജമവസീദതി വൃക്ഷധർമ്മ. സകൃച്ഛ്രം കഷ്ടപ്പാടോടുകൂടിയ, അവരുദ്ധധന സമ്പാദിക്കപ്പെട്ട മുതലോടുകൂടിയവനായി, എത്ര പ്രിയചികീർഷുതയാ ഏതൊന്നിൻ്റെ പ്രിയത്തിനായിക്കൊണ്ട് ആഗ്രഹിച്ച്, ജായാത്മജാർത്ഥ പശുഭൃത്യ ഗൃഹാപ്തവർഗാൻ ഭാര്യ, മകൻ, ധനം, പശുക്കള്, ഭൃത്യന്മാര്, ഗൃഹം, ബന്ധുക്കൾ ഇവരെ വിതന്വൻ സമ്പാദിച്ചും കൊണ്ട് പുഷ്ണാദി വളർത്തുന്നുവോ സാ ദേഹ ആ ദേഹം സ്വാന്തേ തൻ്റെ നാശത്തിൽ വൃക്ഷധർമ്മ വൃക്ഷമെന്നതുപോലെ അസ്യ ബീജം സൃഷ്ടുവ അവസീതതി ഈ ദേഹത്തിന്റെ വിത്തിനെ ഉണ്ടാക്കിയിട്ട് നശിക്കണമെന്നാണ്. ദേഹം ദുഃഖഹേതുവാണെന്ന് പറഞ്ഞു. എന്താ അതിന് കാരണം? അത് വിവരിക്കുകയാണ്. ദേഹത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് ധനം സമ്പാദിക്കണം. ആ കിട്ടുന്ന സമ്പാദ്യം ആ മുതലിനെ ദേഹസുഖം തരുന്നവരാണെന്ന് നാം കരുതുന്നവർക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്നു. അല്ലെ, ഭാര്യയ്ക്ക്, മക്കൾക്ക്. പിന്നെ സമ്പാദിക്കുമ്പോഴും ചെലവ് ചെയ്യുമ്പോഴും ദുഃഖമാണ്. സമ്പാദിക്കുമ്പോൾ അത് ഉണ്ടാക്കാനുള്ള ദുഃഖം, ചെലവ് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടുന്നല്ലോ എന്നുള്ള ദുഃഖം. ഭാര്യാപുത്രാദികളെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരുടെ ആവശ്യങ്ങളെ കൂടി നിവർത്തിക്കണം, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ അധ്വാനിച്ച് നശിച്ചുകൊണ്ടിരിക്കണു. എന്നാൽ ഈ ദേഹം നശിക്കുമ്പോൾ എല്ലാ ദുഃഖവും തീരുവോ? ഇല്ല എന്നാണ് ഭാഗവതം പറയണത്. കാരണം ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും താണതായിട്ടോ ഉയർന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു ദേഹം ഉണ്ടാകാൻ പാകത്തിനുള്ള പുണ്യപാപങ്ങൾ നമ്മൾ ഈ ദേഹം കൊണ്ട് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് വൃക്ഷം പോലെ എന്ന് പറഞ്ഞത്. വൃക്ഷധർമ്മ, വൃക്ഷം എങ്ങനെയാ? വൃക്ഷം നശിക്കണില്ല, അതിൻ്റെ ബീജം വീണ്ടും അവിടെ വീണ് വീണ്ടും 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 ഉണ്ടാകുന്നു. ഇതേപോലെ ആ വിത്തറ്റുപോവാൻ വലിയ വിഷമമാണ് എന്ന് കാണിക്കുന്നു. വിത്തറ്റുപോകണമെങ്കിൽ എന്ത് വേണം? ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലേക്ക് എത്തണം. അല്ലെങ്കിൽ ഭൗതിക സുഖങ്ങൾ അനുഭവിച്ച് ദേഹത്തെ പരിപോഷിപ്പിക്കുന്ന ആൾക്ക് ഒരിക്കലും ആ പുനരഭിജനനം പുനരഭിമരണം എന്നുള്ളതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. പിന്നെ പറയുകയാണ്, ജിഹ്വൈകതോ മുമപകർഷതി കർഹിതർഷാശിഷ്ണോന്യതസ്ത്വഗുദരം ശ്രവണം കുതശ്ചിൽ ഘ്രാണോന്യതശ്ച പലദൃക്വച കർമ്മശക്തിർബഹ്വ്യസപത്ന്യ ഇവ ഗേഹപതിം ലുനന്തി. ബഹ്വ്യസപത്ന്യ ഇവ, നിരവധി ഭാര്യമാരോടുകൂടി ഒരു വീട്ടുടമസ്ഥനെ പോലെ ആണ് ഇന്ദ്രിയങ്ങൾ നമ്മളെ ദ്രോഹിക്കണത് എന്നാണ്. അമും ഇവനെ ഏകതഃ ഒരിടത്തേക്ക്, ജിഹ്വ നാവ്, കർഹി മറ്റൊരു സ്ഥലത്തേക്ക്, തർഷ ദാഹം, അന്യത മറ്റൊരു ദിക്കിലേക്ക്, ശിഷ്ണഹ ഉപസ്ഥം എന്ന ഇന്ദ്രിയം, ത്വക്ക് ഉദരം, ശ്രവണം ഘ്രാണം മൂക്ക്, ചപലദൃക്ക് ആ ചഞ്ചല ദൃഷ്ടി, കർമ്മശക്തി ക്വച കർമ്മേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ പ്രാരബ്ധ കർമ്മത്തിന്റെ സാമർഥ്യം. ഇങ്ങനെ ഓരോന്നിലേക്കും പിടിച്ചു വലിക്കും. ഏതുപോലെ? ബഹ്വ്യസപത്ന്യ ഇവ, നിരവധി ഭാര്യമാരുള്ള ഒരു ഗൃഹസ്ഥനെ പോലെ ആണ് എന്നാണ്. ഈ ദേഹമുള്ളപ്പോൾ സുഖാണെന്ന് വിചാരിച്ചാൽ വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നതിന് സാധിക്കാത്ത ദരിദ്രന്മാര് സത്യത്തിൽ ഈ ജന്മത്തെ നിന്ദിക്കും. ഇത്ര സുഖം വേറെ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന അപൂർവം ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും. അവർ ആലോചിക്കണം എന്നാണ്. ഓരോരോ ഇന്ദ്രിയങ്ങളും ഓരോ ഭാര്യമാരെ പോലെ, ദേഹം ഒരു വീട്, അതിലുള്ള ജീവൻ വീടിന്റെ ഉടമസ്ഥനായ ഗൃഹസ്ഥാശ്രമി. ഇന്ദ്രിയങ്ങൾ അവയെ തൃപ്തിപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉണ്ടാകുന്ന മനോവൃത്തികൾ. അപ്പൊ ഈ ജീവനാകുന്ന ഗൃഹസ്ഥന്റെ
ഇവരെല്ലാവരും ഒരേ സമയത്ത് പലതും ആവശ്യപ്പെടും. നാവ് ആവശ്യപ്പെടുന്ന ഭാര്യ അല്ലെങ്കിൽ നാവാകുന്ന ഭാര്യ എന്താഗ്രഹിക്കും? നല്ല ഭക്ഷണ പദാർത്ഥം വേണമെന്ന് വിചാരിക്കും. അത് സമ്പാദിക്കാനായി ശ്രമിക്കുമ്പോഴാണ് ദാഹമാകുന്ന മറ്റൊരു ഭാര്യ പറയണു, എനിക്ക് കുറച്ച് വെള്ളം വേണം. ഉടനെ ശിഷ്ടമെന്ന ഇന്ദ്രിയം, ആ ഇന്ദ്രിയമാകുന്ന മറ്റൊരു ഭാര്യ വിഷയസുഖം അനുഭവിപ്പിക്കണം, ഭോഗത്തിനായിട്ട് ക്ഷണിക്കും. അപ്പോഴോ പുറത്തുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഭാര്യയുണ്ട്, ചെവിയാകുന്ന ഭാര്യ. ആ ഭാര്യയ്ക്ക് തോന്നും നല്ല സംഗീതം കേൾക്കണം എന്നൊക്കെ തോന്നും. അപ്പോ സ്പർശേന്ദ്രിയമാകുന്ന ഭാര്യ പറയും നല്ല സുഖമുള്ള നല്ല വസ്തുക്കൾ എനിക്ക് ഘ്രാണിക്കണം എന്ന് പറയും. വയറ് വിശേഷമായിട്ടുള്ള ഭക്ഷണം മോഹിക്കുമ്പോൾ നല്ല മണമുള്ള വസ്തുക്കൾ മൂക്കും, കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള വസ്തുക്കൾ കണ്ണാകുന്ന ഭാര്യയും ആഗ്രഹിക്കും. അങ്ങനെ പ്രാരബ്ധമാകുന്ന പട്ടമഹിഷി ഇവരാരെയും അനുസരിക്കാൻ സമ്മതിക്കാതെ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവളും പ്രവർത്തിക്കും. പട്ടമഹിഷിക്ക് കേമത്വം കൂടുമല്ലോ. അപ്പോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാരബ്ധം ആകുന്ന ഏറ്റവും വലിയ ഭാര്യ അത് അനുഭവിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഇന്ദ്രിയങ്ങളാകുന്ന പല ഭാര്യമാരുടെ ദാസനാണ് ജീവൻ, ആ ഗൃഹസ്ഥൻ. ഇങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ വലിയ സങ്കടം തോന്നുന്നതാണ്. ഇങ്ങനെ എപ്പോഴും സങ്കടം അനുഭവിക്കാൻ കാരണം ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് എന്തു വേണം? ദേഹാഭിമാനത്തെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഉപേക്ഷിക്കാൻ ശ്രമിക്കണം. സൃഷ്ടുവാ പുരാണി വിവിധാന്യജയാത്മശക്തിയാ വൃക്ഷാൻ സരിൽസൃപ പശുൻ ഖഗദംശമത്സ്യാൻ തൈസ്തൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. വൃക്ഷാൻ മരങ്ങളെ, സരിൽസൃപ പശുൻ പാമ്പുകള് പശുക്കൾ, ഖദ്ഗദംശ മത്സ്യാൻ പക്ഷികൾ ഈച്ചകൾ മത്സ്യങ്ങൾ, വിവിധാനി പുരാണി പലതരത്തിലുള്ള ആ വീടുകളെ ദേഹങ്ങളെ സൃഷ്ടുവ ഉണ്ടാക്കിയിട്ട് തൈ അതുകളെ കൊണ്ട് അതുഷ്ടഹൃദയ മനസ്സന്തോഷമില്ലാതെ ബ്രഹ്മാവലോകധിഷണം ബ്രഹ്മദർശനത്തിന് ഉചിതമായ ബുദ്ധിക്കാസ്പദമായ മനുഷ്യദേഹത്തെ ഉണ്ടാക്കിയിട്ട് സൃഷ്ടികർത്താവ് മുദമാപ ബ്രഹ്മാവിന് വലിയ സന്തോഷായി. നോക്കൂ, ദുഃഖഹേതു ആണെങ്കിലും ആ ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ മനുഷ്യജന്മം കൊണ്ടേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ദേഹത്തെ നമ്മൾ നല്ലപോലെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നാണ്. കാരണം 7.5 കോടി വൃക്ഷലതാദികളായും പക്ഷിമൃഗാദികളായും കഴിഞ്ഞതിന് ശേഷമാണ് അതിവിശിഷ്ടമായ മനുഷ്യജന്മം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈശ്വരനെ പൂജിക്കാനായി ഈ ദേഹത്തെ ഉപയോഗിക്കണം. നിസ്സാരമായ ആഹാര നീഹാര നിദ്രാമൈഥുനങ്ങൾക്കായിട്ട് ഇതിനെ ഉപയോഗിക്കരുത്. എന്നാൽ മനുഷ്യജന്മെടുത്ത ആളുകൾക്ക് മുഴുവൻ ഈ വിവരം അറിയുന്നുണ്ടോ? അറിയണില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ അത് ആ അറിഞ്ഞ ആളുകൾ കാരുണ്യത്തോടുകൂടി സഹജീവികളെ ഉപദേശിക്കണം. മഹാന്മാരുടെ വിശേഷം അതാണ്. അവരാണ് നമ്മളെ നേർവഴിക്ക് കൊണ്ടുപോവുക. ഇങ്ങനെ ഒരേ സാധനം പലരുടെ കയ്യിലുണ്ടെങ്കിലും ബുദ്ധി അനുസരിച്ചാണ് അതിനെ ഉപയോഗിക്കുക. ആലോചിച്ചു നോക്കൂ, ഇപ്പൊ വിദ്യുത് ശക്തി അത് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ശാസ്ത്രം പറയുന്ന ആളുകളുടെ സഹായം കൊണ്ട് മാത്രമേ നമുക്ക് ഈശ്വരന്റെ ശക്തിയെ, പരമമായ ആ ശക്തിയെ അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാ മനുഷ്യരും മനുഷ്യജന്മത്തിന്റെ മഹിമ അറിഞ്ഞവരല്ല. മൃഗാതിദേഹത്തിലിരുന്നപ്പോഴും അറിഞ്ഞ വിഷയധർമ്മങ്ങൾ അറിയണു, അതിനനുസരിച്ച് സമ്പാദിക്കണു. മനുഷ്യ ശരീരത്തെ, മനുഷ്യജന്മത്തെ വേണ്ട പോലെ ഇവർ പ്രയോജനപ്പെടുത്തി എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ പ്രയോജനപ്പെടുത്തിയ ആളുകളെ മഹാത്മാക്കളായും മഹാന്മാരായും കണക്കാക്കുന്നത്. സൃഷ്ടിയാദി ലീലകൾ നടത്തുന്ന ഭഗവാൻ തൻ്റെ സ്വാംശഭൂതന്മാരായ ജീവന്മാർക്ക്, ഭഗവാൻ തന്നെയാണ് ജീവനായി ഉള്ളിൽ മിന്നിത്തിളങ്ങുന്നത്, അവർക്ക് ജീവന്റെ കർമാനുസരണം അവർക്കിരിക്കാൻ പ്രത്യേകം ഗൃഹങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതിൽ മരങ്ങളുണ്ട്, പാമ്പുകളുണ്ട്, പക്ഷികൾ, ഈച്ചകൾ, മത്സ്യങ്ങൾ, ഇങ്ങനെ പല ഭവനങ്ങളും പല വീടുകളും ഉണ്ടാക്കി. പക്ഷെ ഈ വീട്ടിലൊന്നും ഈശ്വരന് തൃപ്തിയായില്ല അത്രയും. തൻ്റെ മഹാമഹിമ അറിഞ്ഞ് ആസ്വദിക്കാൻ പാകത്തിനൊരു വീട് വേണം. അതാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്.
അങ്ങനെ മനുഷ്യ ശരീരം ഉണ്ടായപ്പോഴോ മുദമാപ, വലിയ സന്തോഷമായി എന്ന്. ഈ വിലയേറിയ ഉപാധിയിലിരിക്കുന്ന തൻ്റെ അംശമായ ജീവന് തൻ്റെ മഹിമ അറിയാനും തന്നോട് ചേർന്നിരിക്കാനും കഴിയും. അതുകൊണ്ട് എല്ലായിടത്തും വസിച്ചിട്ടും ഒന്നിനോടും ചേരാതെയും ഒന്നും ചെയ്തും അല്ലെങ്കിൽ ഒന്നും ചെയ്തതായി നടിക്കാതെയും ഇരിക്കുന്ന ബ്രഹ്മമായ ആ ഭഗവത് സ്വരൂപത്തെ അറിയാൻ മനുഷ്യദേഹം കൊണ്ടേ സാധിക്കുള്ളൂ. താഭ്യോ ഗാമാനയത്താ അബ്രുവൻ നവൈ നോയമലമിതി എന്നാണ്. ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങളുടെ അധിപന്മാര് ദേവന്മാർക്കിരിക്കാനുള്ള ഭവനമായിട്ട് പശു, കുതിര തുടങ്ങിയ മൃഗങ്ങളെ ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ താമസിക്കൂ. അപ്പൊ അവര് പറഞ്ഞു, അത് പോരാ. താഭ്യാ പുരുഷമാനയിൽ താ അബ്രുവൻ സുകൃതംബദ ഇതിച്ച. അവസാനമാണ് അവർക്ക് മനുഷ്യ ശരീരം ഉണ്ടാക്കി കൊടുത്തത് അത്രേ. അതോടുകൂടി അവർക്കൊക്കെ വലിയ സന്തോഷമായി, ഒക്കെ നന്നായി. ഇങ്ങനെ എല്ലാ ശരീരങ്ങളിലും ശ്രേഷ്ഠമാണ് മനുഷ്യ ശരീരം. ഈ മനുഷ്യ ശരീരത്തിലൂടെ മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം, ബുദ്ധി വേണ്ടതുപോലെ ഉപയോഗിച്ച് വിവേകത്തോടുകൂടി പ്രവർത്തിക്കാൻ മനുഷ്യനെ സാധിക്കുള്ളൂ. അപ്പൊ ശരീരത്തിലുള്ള നേത്രാദി ഇന്ദ്രിയങ്ങളിൽ സൂര്യാദിദേവന്മാരാണ് അധിഷ്ഠാന ദേവതകൾ. എങ്കിലും ഇവിടെ പറയുകയാണ്, ആ പരമാത്മ സാക്ഷാത്കാരത്തിന് ഉപകരിക്കാത്തത് എല്ലാ ശരീരത്തിലും ഉണ്ടെങ്കിലും ഈ പരമാത്മ സാക്ഷാത്കാരത്തിന് മനുഷ്യ ശരീരം മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അവര് മറ്റ് ശരീരങ്ങളിലിരിക്കുമ്പോൾ സന്തോഷം വരാതിരുന്നത്. മനുഷ്യ ശരീരത്തിൽ മുദമാപ, അവരൊക്കെ സന്തോഷിച്ചു എന്ന് പറയുന്നു. ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യമർദ്ധതമനിത്യമപീഹ ധീര തൂർണം യതേതന പതേതനു മൃത്യുയാവൻ നിശ്രേയസായ വിഷയ ഖലു സർവതസ്യാൽ. ബഹുസംഭവാന്തേ, പല ജന്മങ്ങളുടെ അവസാനത്തിൽ, സുദുർലഭം അനിത്യം അപി, ഏറ്റവും പ്രയാസപ്പെട്ടതും അനിത്യമായതും നാശമുള്ളതാണെങ്കിലും അർദ്ധതം പരമപുരുഷാർത്ഥത്തെ തരുന്ന ഇതം മാനുഷ്യം, ഈ മനുഷ്യ ജന്മത്തെ കിട്ടിയിട്ട് ധീരഹ ബുദ്ധിമാൻ യാവത് അനുമൃത്യു, എത്ര കാലം വരെ നിരന്തരം നാശമുള്ളതായിട്ട് പതേത് വീഴാതിരിക്കുമോ താവൽ, ആ സമയത്തിനുള്ളിൽ നിശ്രേയസായ തൂർണം യതേത, മോക്ഷത്തിനായിക്കൊണ്ട് തീർച്ചയായും വേഗത്തിൽ ശ്രമിക്കണം. വിഷയ സർവത ഖലു, വിഷയസുഖം മറ്റ് ജീവിതത്തിലും മറ്റ് ജന്മങ്ങളിലും സാധിക്കുമെന്നാണ്. അതിദുർലഭമായിരിക്കുന്ന മനുഷ്യജന്മം പക്ഷിമൃഗാദികളായും വൃക്ഷലതാദികളായും കഴിഞ്ഞ് മോക്ഷത്തിലേക്ക് എത്താൻ ഭഗവാൻ അനുവദിച്ചു തന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ ശരീരം. അപ്പൊ ഈ ശരീരം എത്ര കാലം നിലനിൽക്കുമെന്നും അറിയില്ല, അല്ലേ? അതിദുർലഭമാണ് മനുഷ്യജന്മം. അതേപോലെ തന്നെ എപ്പോ വേണമെങ്കിലും നശിക്കാവുന്നതാണ്, ക്ഷണഭങ്കുരമാണ്. അങ്ങനെ കുറേശ്ശെ നശിക്കുന്നുണ്ട്. എത്ര കാലം നമുക്കതിനെ ഉപയോഗിക്കാൻ സാധിക്കുമോ ആ സമയത്തിനുള്ളിൽ ജാഗ്രതയോടുകൂടി ആ ഭഗവാനെ അറിഞ്ഞ് മോക്ഷത്തിനായിട്ട് ശ്രമിക്കണം എന്ന് പറയുകയാണ് അവിടെ ദത്താത്രേയൻ എന്ന അവധൂതൻ. ഏവം സഞ്ജാത വൈരാഗ്യോ വിജ്ഞാനാലോക ആത്മനി വിചരാമി മഹീമേതാം മുക്തസംഗോനഹംകൃതി. ഏവം സഞ്ജാത വൈരാഗ്യ, ഇങ്ങനെ വൈരാഗ്യമുണ്ടായിട്ട് വിജ്ഞാനാലോക, ആത്മജ്ഞാനമാകുന്ന ആ വെളിച്ചത്തെ പ്രാപിച്ച് ആത്മനി സ്ഥിത, ആത്മാവിൽ തന്നെ ഇരുന്ന് മുക്തസംഗ, മറ്റൊന്നിനോടും ചേരാതെ അനഹംകൃതി, ദേഹാഭിമാനമില്ലാതെ ഏതാം മഹീം വിചരാമി, ഈ ഭൂമിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു എന്നാണ്. ഇവിടെ പറയുകയാണ്, ആരോഗ്യവും ബുദ്ധിയും ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്, ഒന്നും പ്രവർത്തിക്കാതെ അശക്തനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയാണോ എന്നതിന് പറയുകയാണ്. ഇങ്ങനെ ആലോചനകൾ കൊണ്ട് ആഗ്രഹം തീരാതെ നശിക്കുന്നത് കൊണ്ട് ഇച്ഛാപൂർവമായ പ്രവൃത്തി ഞാൻ എന്നേ ഉപേക്ഷിച്ചു. തത്വചിന്തനം ചെയ്തതിൻ്റെ ഫലമായി ഉള്ളിൽ ആത്മജ്ഞാനം പ്രകാശിച്ചു. അപ്പോൾ ഇരുട്ടുള്ളപ്പോൾ മാത്രമല്ലേ ഈ ആശയാകുന്ന പിശാച് നമ്മളെ പിടികൂടുള്ളൂ. ഇപ്പോൾ ശരീരബോധമില്ലാതെയായി, അതുകൊണ്ട് തന്നെ ശരീരാഭിമാനമില്ലാതെയായി. അപ്പോൾ അഹംഭാവം എന്നെ ഉപേക്ഷിച്ചു.
ഇതേപോലെ എന്നെ പിടിച്ചു നിർത്തുന്ന ശത്രുക്കളൊക്കെ ഓടിപ്പോയപ്പോൾ ഞാൻ അസംഗനായി, നിസ്സംഗനായി എന്ന് പറയുന്നു. നേഹ്യേകസ്മാൽ ഗുരോർ ജ്ഞാനം സുസ്ഥിരം സ്യാൽ സുപുഷ്കലം ബ്രഹ്മേതദ്വിതീയം വൈ ഗീയത്തെ ബഹുധർഷിഭി. ഏകസ്മാത് ഗുരോ, ഒരേ ഗുരുവിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം സുസ്ഥിരം സുപുഷ്കലം നസ്യാൽ, ഉറപ്പുള്ളതും പരിപൂർണവുമായി മാറില്ല. കാരണം എന്താ? അവിടെയും ചിലപ്പോൾ ചില കുറവുകളുണ്ടാവാം. എന്നാൽ ഏതത്ത് അദ്വിതീയം, ഈ ലോകം രണ്ടാമതായിട്ട് മറ്റൊന്നില്ലാത്ത ബ്രഹ്മം തന്നെയെന്ന് പലതരത്തിൽ ബഹുധാ ഋഷിഭീകീയത്തെ, പലതരത്തിൽ ഋഷികളാൽ കീർത്തിക്കപ്പെടുന്നു എന്നാണ്. മന്ത്രപൂർവം ബ്രഹ്മോപദേശം ചെയ്യുന്ന ഗുരു ഒന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ആ ജ്ഞാനത്തിന് പരിമിതിയുണ്ട്. സംശയ വിപരീത ഭാവനകളൊക്കെ ഉണ്ടാവും. അതിനെ നശിപ്പിക്കാൻ എന്ത് വേണം? നമ്മൾ സ്വയം തത്വങ്ങൾ ചിന്തിച്ചുറപ്പിക്കണം. ഓരോ പ്രാണികളുടെയും ഓരോ ജീവന്റെയും വ്യാപാരങ്ങളെ സസൂക്ഷ്മം നമ്മൾ നോക്കിക്കാണുമ്പോൾ യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാവും. അതുകൊണ്ട് പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവരൊക്കെ തന്നെ ഗുരുനാഥന്മാരാണ്. അവരെയൊക്കെ ബഹുമാനിക്കണം. ഈ കാണപ്പെടുന്ന എല്ലാത്തിലും ഭഗവാൻ വ്യാപിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ആചാര്യന്മാരാണ്. ഭഗവാൻ പ്രപഞ്ചസ്വരൂപനായി പരിപാകം വന്നവർക്ക് തത്വം ഉപദേശിക്കുന്ന പരമഗുരുവായിട്ട് നിന്ന് ഓരോ വ്യാപാരങ്ങൾ ഓരോ ജീവികളിലൂടെ ചെയ്ത് നമുക്കിത് കാണിച്ചു തരുന്നു. അപ്പം അതുകൊണ്ട് ഈ യദുവിനോട് പറയുകയാണ്, 24 ഗുരുക്കന്മാര്, പിന്നെ ദേഹം 25-ാമത്തെ. ഇത് മാത്രമല്ല, ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ ബുദ്ധി അനുസരിച്ച് നമ്മൾ പലതും കണ്ടുപിടിക്കണം. എല്ലാവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാണ്ടാവും എന്ന് പറയുന്നു. ഉദ്ധവനോട് ഭഗവാൻ പറയുകയാണ്, ഇത്യുക്ത്വാ സയതും വിപ്രസ്തമാമന്ത്രഗഭീരധി വന്ദിതോഭ്യർത്ഥിതോ രാജ്ഞ യയൗ പ്രീതോ യഥാഗതം. ഗഭീരധി, അഗാധ ബുദ്ധിയുള്ള സവിപ്ര, ആ ബ്രാഹ്മണൻ ദത്താത്രേയൻ, യദും ഇതി ഉക്ത്വ, യദുവിനോട് ഇങ്ങനെ പറഞ്ഞിട്ട്, തം ആമന്ത്രിയ, രാജാവിനോട് യാത്ര പറഞ്ഞ്, രാജ്ഞാ വന്ദിത, രാജാവിനാൽ വന്ദിക്കപ്പെട്ട്, അഭ്യർത്ഥിത, പ്രാർത്ഥിക്കപ്പെട്ടവനായി, പ്രീത യഥാഗതം യയോ, എങ്ങനെയാണോ വന്നത് അതേപോലെ തിരിച്ചു പോവുകയും ചെയ്തു ആ അവധൂത ബ്രാഹ്മണൻ ദത്താത്രേയൻ എന്ന് പറയുന്നു. അവധൂതവച ശ്രുത്വാ പൂർവേഷാം നസ പൂർവച സർവസംഗവിനിർമുക്ത സമചിത്തോ ബഭൂവഃ. അങ്ങനെ ഞങ്ങളുടെ പൂർവന്മാരുടെയും പൂർവജനായിരിക്കുന്ന സ യദു, ആ യദു അവധൂതവച ശ്രുത്വ, അവധൂതന്റെ വാക്കിനെ കേട്ടിട്ട് സർവസംഗ വിനിർമുക്ത, എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ടവനായി സമചിത്തനായി മാറി എന്ന് പറയുന്നു. ഇപ്പൊ രാജാവ് ഞങ്ങളുടെ പൂർവപിതാമഹനാണ്. യദു എന്ന് പറഞ്ഞാൽ യാദവ കുലത്തിന്റെ തുടക്കത്തിലുള്ള ആളാണ്. അപ്പൊ സകല സംഘവും ഉപേക്ഷിച്ച് സമചിത്തനായി മാറി അദ്ദേഹത്തിന്റെ വൈഭവം കൊണ്ട് ഞങ്ങളുടെ വംശം യദുകുലം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ശ്രീകൃഷ്ണൻ കൂടി ജ്ഞാനികളോട് തനിക്കുള്ള ബഹുമാനത്തെ കാണിക്കുന്നു എന്നാണ്. ഈ 3 അധ്യായങ്ങളിൽ നമ്മൾ കേട്ടു, 7, 8, 9. അതിൽ 24 ഗുരുക്കന്മാരെ, പിന്നെ ദേഹമാകുന്ന ഗുരുവിനെയും പറഞ്ഞു. കപോതം, മത്സ്യം, മാൻ, പെൺകുട്ടി, ആന, പാമ്പ്, പാറ്റ, കുരരപ്പക്ഷി, ഈ 8 ഗുരുനാഥന്മാർ വിഷയസുഖങ്ങളെ ആഗ്രഹിക്കരുത് എന്ന ആ വൈരാഗ്യത്തെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരാണ്. തേനീച്ച, തേനെടുക്കുന്നവൻ പിങ്കള, ഈ 3 പേരും സ്വീകരിക്കേണ്ടതിനെ ധരിപ്പിക്കുന്ന ഗുരുനാഥന്മാരാണ്. പിന്നെ ഭൂമി തുടങ്ങിയ 13 പേർ ജ്ഞാനസ്വരൂപത്തെയും സൃഷ്ടിഭാവത്തെയും പറ്റി പഠിപ്പിക്കുന്നു. ഇങ്ങനെ 3 അധ്യായങ്ങൾ കൊണ്ട് ദേഹമടക്കം 25 ആചാര്യന്മാരെയും അവരിൽ നിന്ന് അഭ്യസിച്ചതിനെയും വിസ്തരിച്ചു. ഇതിനൊക്കെ സജ്ജന സംസർഗം വളരെ വിശേഷമാണ്. സജ്ജന സംസർഗത്തിലൂടെ വൈരാഗ്യവും മോക്ഷവും വളരെ പെട്ടെന്ന് ലഭിക്കും എന്ന് ഉദ്ധവനോട് ഭഗവാൻ പറയുന്നിടത്താണ്
കുരരാതി സപ്തഗുരുണാം വർണ്ണനം എന്ന ഈ 9ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. നാളെ 10ാമത്തെ അധ്യായത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ
മുകുന്ദമുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.